നമ്മുടെ ഈ ആലപ്പുഴയിലാണ് ചൂണ്ടിടാൻ വന്നേക്കുന്നത്. അടിപൊളി വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ചൂണ്ടിടുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചേക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയും മൈദയും കൂടെ കൂട്ടി കുഴച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് സ്പൈഡർ ഹുക്കിൽ കൊളുത്തൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചൊക്കെ ഇത് തയ്യാറാക്കുമ്പോൾ അധികം വെറ്റായി പോകാതെ നോക്കണം. അതായത് ഒരു ഡ്രൈനെസ് ആണ് ഉണ്ടാവുക. കാരണം വെള്ളത്തിൽ പോയി കിടക്കുന്ന സാധനമാണ്. ഒരുപാട് വെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്ത് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ ലോങ് കാസ്റ്റ് ചെയ്തിട്ടേക്കണം. കണ്ടത് നമ്മൾ നല്ല ദൂരത്തിലാണ് പോയി വീണേക്കുന്നത്. നമ്മുടെ അടുത്ത ചൂണ്ടയിൽ നമ്മൾ അതേപോലെ സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. 2 ചൂണ്ട അങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കൈ ചൂണ്ട കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പള്ളത്തിയ ചെറിയ ഏതെങ്കിലും മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ പതിയെ അവനെ പൊക്കിയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവൻ വിട്ടു പോകാനുള്ള സാധ്യത ഇത്തിരി കൂടുതലാണ്. കാരണം ഒരു ചുണ്ടത്തായിരിക്കും കൊളുത്തുണ്ടാവും. ഇതിനധികം ഉള്ളിലോട്ട് മിഴുങ്ങൂല. അപ്പോൾ ചുണ്ടത്തിന് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പതുക്കെ വേണമെങ്കിൽ വലിച്ചിങ്ങനെ കയറ്റാനായിട്ട്. കിട്ടിയതിൽ ഏറ്റവും വലിയ മീൻ ഇവനായിരുന്നു. അത് ഏകദേശം എൻ്റെ കൈയിൻ്റെ പകുതിയോളം ഇവനുണ്ടായിരുന്നു. നമ്മൾ അപ്പം തന്നെ അവനെ വലയിലോട്ടാക്കി ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ വലയിലാക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത ചൂണ്ട ഇതേ കിടന്ന് കിടക്കണം. മീനടിച്ചിട്ട് കിടക്കണുണ്ട്. അപ്പം അവനെ നമ്മൾ പതുക്കെ കരയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കണം. ഇവനെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൊളുത്ത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊളുത്തി കിടക്കണ്ട. അപ്പം നമ്മുടെ കയ്യിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നമ്മുടെ പറയുന്ന പേര് തൂളി എന്നാട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീൻ പറയണത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ കിട്ടിയ എല്ലാ മീനും നമ്മുടെ ഈ വലയിലോട്ട് ആക്കിയിട്ട് നമ്മൾ അന്നത്തെ പരിപാടി തീർന്നു. കാരണം തീറ്റ എല്ലാം തീർന്നു. നമ്മുടെ ഏകദേശം 1 കിലോ മേളിലുണ്ടാവും എല്ലാം കൂടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.